അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകിയവരെല്ലാവരും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണം എന്നതാണ് എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്ന് എൻ്റെ പിതാവ് ഇഷ്ടപ്പെടുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പ്രത്യാശയുടെ ആത്മീയത നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന കൃപാവരം മഹനീയമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നിത്യരക്ഷയുടെ പൂർണ്ണതയുള്ളൂ എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ജനത്തിന്, പ്രമാണികൾക്ക് അത് മനസ്സിലാകുന്നില്ല. അവർ ക്രിസ്തുവിനെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ്റെ കൃപ സമൃദ്ധമായി നൽകുവാൻ വേണ്ടിയാണ് അവിടുന്ന് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നിത്യജീവൻ്റെ സമൃദ്ധി നൽകുവാൻ മനസ്സുള്ള ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടായിരുന്നിട്ടും നാം യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ക്രിസ്തുവിൽ ബലപ്പെട്ടിട്ടില്ല. ഇന്നും സംശയത്തിൻ്റെ നിഴലിൽ നാം ക്രിസ്തുവിൻ്റെ പഠനങ്ങളെ, നന്മയെ ജീവിതത്തെ ദർശിക്കുന്നു. ആ സംശയവേളയിലാണ് ക്രിസ്തു ഇപ്രകാരം പറയുക, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം സകലരും രക്ഷ പ്രാപിക്കണമെന്നാണ്. എന്നാൽ എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ല. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട മക്കളായി തീരുവാനുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുക. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹകരങ്ങളിൽ, അവൻ്റെ കൃപയുടെ തണലിൽ അവനോടൊപ്പമുണ്ട്. അത് പിതാവിനാൽ നാം ആകർഷിക്കപ്പെട്ടതുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് കാണാൻ, നാം അനുഗ്രഹീതരാകാൻ, നാം കൂടുതൽ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തണലിൽ നിലകൊള്ളുക തന്നെ വേണം. യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനെ അന്ത്യദിനത്തിൽ ഞാൻ ഉയർപ്പിക്കും. ഏറ്റവും മഹത്തായ പ്രസ്താവനയാണ് ക്രിസ്തു നൽകുക. നിത്യജീവനെ ലക്ഷ്യമാക്കി ഈ പുണ്യഭൂമിയിൽ തീർത്ഥയാത്ര തുടരുന്ന നമുക്ക് യേശുവിൽ വിശ്വാസം എത്രമാത്രം ആഴമുണ്ടോ അത്രമാത്രം പ്രത്യാശയോടെ നിത്യജീവൻ്റെ കൃപകൾ സ്വന്തമാക്കാൻ സാധ്യമാകും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ്റെ പൂർണ്ണത സ്വന്തമാക്കാൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അനുദിനം നാം ആഴപ്പെടുകയും ബലപ്പെടുകയും ആ വിശ്വാസത്തിൽ സാക്ഷികളായി രൂപാന്തരപ്പെടുകയും വേണം. ക്രിസ്തു നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്തെന്നോ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ള മനസ്സാണ് അവിടെ നമുക്ക് പകർന്നു നൽകുക. പിതാവിൻ്റെ ഇഷ്ടം ഏറ്റവും വിശ്വസ്തയോടുകൂടി പുത്രനായ ക്രിസ്തു ലോകത്ത് നിറവേറ്റി. അതുപോലെ ദൈവമക്കളായ നമ്മൾ പുത്രൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ പിതാവിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുന്നവരായി നാം രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ വിശ്വാസത്തെ കുറച്ചുകൂടി ബലപ്പെടുത്തുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ സഹായിക്കട്ടെ. കാരണം എന്തെന്നോ, വിശ്വാസ ബലങ്ങളില്ലാത്ത ആർക്കും നിത്യരക്ഷയുടെ പൂർണ്ണത സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് ക്രിസ്തു അസന്നിഗ്ധമായി ഇന്നത്തെ സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുന്നു. നമുക്ക് വിശ്വാസം ആഴപ്പെടുവാനും കൂടുതൽ തീഷ്ണതയോടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും അനുഭവിക്കുന്ന വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുവാനും പങ്കുവയ്ക്കുവാനും ഈ ദിനം പ്രത്യേകമായി കൃപയാചിക്കാം. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് സ്വർഗീയ സത്യങ്ങൾ നമുക്ക് പങ്കുവച്ച് നൽകിയതുപോലെ നാം അനുഭവിക്കുന്ന ക്രിസ്തുവിനെ അനേകർക്ക് പകരാൻ, പങ്കുവയ്ക്കുവാൻ നമ്മെ ബലപ്പെടുത്തണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.